IPL 2025 സീസണിലേക്കുള്ള താരലേലം കഴിഞ്ഞ മാസം 24-25 തീയതികളിൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്നിരുന്നു. ആ താരലേലത്തിൽ ഏറ്റവും നന്നായി ടീമുകൾ ഉപയോഗിച്ച 3 RTM ഓപ്ഷൻ വീഡിയോയുമായിട്ടാണ് മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. BCCI പുതുതായി കൊണ്ടുവന്ന നിയമമാണ് RTM, റൈറ്റ് ടു മാച്ച്. ഇത് ഈ വർഷത്തെ താരലേലത്തിന് കൂടുതൽ പകിട്ടേകി. ആ സാഹചര്യത്തിൽ ഏറ്റവും നന്നായി RTM ഉപയോഗിച്ച് ടീമുകൾ വാങ്ങിയ താരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3-ാം സ്ഥാനത്ത് ഷമാർ ജോസഫാണ്. ലക്നൗ സൂപ്പർ ജയൻസ് 75 ലക്ഷം രൂപയ്ക്കാണ് താരത്തെ RTM വഴി നിലനിർത്തിയത്. ആകെ 8 താരങ്ങളെയാണ് ടീമുകൾ RTM ഉപയോഗിച്ച് നേടിയത്. മികച്ച 3-ാമത്തെ RTMാണ് ഷമാർ ജോസഫിനായി LSG നടത്തിയത്. മുംബൈയാണ് താരത്തെ ലേലത്തിൽ സ്വന്തമാക്കിയത്. അതിനുശേഷം LSG തൻ്റെ ഫൈനൽ ബിഡ് അവതരിപ്പിക്കാൻ നേരം മുംബൈ ബിഡ് പിൻവലിച്ചതിനാൽ താരത്തെ 75 ലക്ഷം രൂപയ്ക്ക് തന്നെ LSGക്ക് സ്വന്തമാക്കാനായി. 2-ാം സ്ഥാനത്ത് ജേക്ക് ഫ്രേസർ മഗർക്കാണ്. ഡൽഹി ക്യാപിറ്റൽസ് ആണ് താരത്തെ സ്വന്തമാക്കിയത്. പഞ്ചാബിനെ മറികടന്ന് 9 കോടി രൂപയ്ക്കാണ് താരത്തെ ഡൽഹി സ്വന്തമാക്കിയത്. കഴിഞ്ഞ സീസണിൽ 9 മത്സരങ്ങളിൽ നിന്ന് ഡൽഹിക്കായി 330 റൺസ് നേടിയിട്ടുണ്ട് താരം. IPL 2025 താരലേലത്തിൽ ഏറ്റവും നല്ലതുപോലെ RTM യൂസ് ചെയ്തത് പഞ്ചാബാണ്. ഇന്ത്യൻ പേസർ അർഷ്ദീപ് സിംഗിനെ അവർ തന്ത്രപരമായി ടീമിൽ തിരിച്ചെത്തിച്ചു. ഹൈദരാബാദ് താരത്തിനായി 18 കോടി വരെ വിളിച്ചെങ്കിലും RTM ഉപയോഗിച്ച് പഞ്ചാബ് 18 കോടി രൂപയ്ക്ക് താരത്തെ തിരികെത്തിച്ചു. ബുംറയ്ക്ക് പിറകിൽ 2-ാം സ്ഥാനത്ത് പേസർമാരിൽ 2020 ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള താരമാണ് അർഷ്ദീപ് സിംഗ്. നന്ദി, നമസ്കാരം.